എല്ലാവർക്കും ജി കെ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി, ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൊണ്ടയിൽ സ്വനപേടകത്തിന് മുകളിലായിട്ടാണ്. സ്വനപേടകത്തിന് ഇരുവശത്തുമായിട്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്ഥാനം. വളരെ പ്രധാനപ്പെട്ട ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. രണ്ടും വളരെ പ്രധാനപ്പെട്ട ഹോർമോണുകളാണ്. അതിൽ തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഊർജോൽപാദനം വർദ്ധിപ്പിക്കാം. നമ്മുടെ ശരീരത്തിനുള്ളിൽ കോശങ്ങൾക്കുള്ളിൽ വെച്ചിട്ടാണ് ഊർജോൽപാദനം നടക്കുന്നത്. ആ ഊർജോൽപാദനം വർദ്ധിപ്പിക്കാൻ തൈറോക്സിൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു. ഉപചയവും അപചയവും ചേർന്നതാണ് ഉപാപചയം. നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ വെച്ച് നടക്കുന്ന രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും കൂടി പൊതുവായി പറയുന്ന പേരാണ് ഉപാപചയം. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട പുതിയ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉപചയം എന്ന് പറയുന്നത്. ശരീരത്തിലെ ചില പദാർത്ഥങ്ങൾ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നതിനാണ് അപചയം എന്ന് പറയുന്നത്. ഇത് രണ്ടിനും കൂടെ ചേർത്തിട്ട് പൊതുവെ നമ്മൾ ഉപാപചയം എന്ന് പറയും. ഇംഗ്ലീഷിൽ മെറ്റബോളിക് ആക്ടിവിറ്റി എന്ന് പറയും. അതിൻ്റെ നിരക്ക് ഉയർത്താൻ തൈറോക്സിൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു. അതായത് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ആ ഭ്രൂണത്തിൻ്റെ മസ്തിഷ്ക വളർച്ച ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ തൈറോക്സിൻ ആവശ്യമാണ്. അതേപോലെ ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ച ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ തൈറോക്സിൻ ആവശ്യമാണ്. പിന്നെ കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കാനും തൈറോക്സിൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ. ഇനി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണ്. അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് വൈകല്യങ്ങൾ പരിശോധന വഴി തിരിച്ചറിയേണ്ടതുണ്ട്. ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം ചിലപ്പോൾ കൂടിയെന്നും കുറഞ്ഞെന്നും ഒക്കെ വരാം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പല ശാരീരിക അസ്വസ്ഥതകളും അല്ലെങ്കിൽ അസുഖങ്ങളും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തൈറോയിഡിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി പരിശോധിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയെ സ്വാധീനിക്കുന്ന മറ്റ് ചില ഹോർമോണുകളുടെ അളവും തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവും പരിശോധിച്ചാണ് വൈകല്യം തിരിച്ചറിയുന്നത്. T3, T4, TSH എന്നീ ഹോർമോണുകളുടെ അളവ് നിർണ്ണയിക്കുന്ന ലബോറട്ടറി പരിശോധനകൾ ഇതിനുപയോഗിക്കുന്നു. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിലാണോ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടി നമ്മുടെ രക്തത്തിൽ ചില ഹോർമോണുകളുടെ അളവ് പരിശോധിക്കും. പ്രധാനമായിട്ടും T3, T4, TSH എന്നീ ഹോർമോണുകളുടെ അളവാണ് നോക്കുന്നത്. ഇനി തൈറോക്സിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ, സാധാരണ നിലയിൽ നിന്നും കുറഞ്ഞ തോതിൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയ്ക്കാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. തൈറോക്സിൻ്റെ ഉൽപ്പാദനം അമിതമാകുന്ന അവസ്ഥയ്ക്കാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇനി ഈ ഹൈപ്പോ തൈറോയിഡിസത്തെ തന്നെ നമുക്ക് രണ്ട് പേരുകളിലായിട്ട് പറയാം. അതായത് കുട്ടികളിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം ഭ്രൂണാവസ്ഥയിലോ അല്ലെങ്കിൽ ശൈശവാവസ്ഥയിലോ കുറയുന്നത് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച ഇല്ലാതാകുന്ന അവസ്ഥയ്ക്കാണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. അതായത് ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് ക്രെറ്റിനിസം. അപ്പോൾ കുട്ടികളിൽ തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ക്രെറ്റിനിസം. ഇനി പ്രായപൂർത്തിയായതിനു ശേഷം മുതിർന്ന ഒരു വ്യക്തി ആയതിനു ശേഷമാണ് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നതെങ്കിൽ ആ അവസ്ഥയ്ക്ക് പറയാം മിക്സഡിമ എന്നാണ്. ഇത് രണ്ടും ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ വരുന്നതാണ്. കുട്ടികളിൽ തൈറോക്സിൻ്റെ അളവ് കുറയുന്നത് ക്രെറ്റിനിസം, മുതിർന്നവരിൽ തൈറോക്സിൻ്റെ അളവ് കുറയുന്നത് മിക്സഡിമ. ഇനി എന്തൊക്കെയാണ് മിക്സഡിമയുടെ ലക്ഷണം? കുട്ടികളിൽ ക്രെറ്റിനിസത്തിൻ്റെ ലക്ഷണം ശാരീരികവും മാനസികവുമായ വളർച്ച മുരടിക്കുക. മിക്സഡിമയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കാൻ തൈറോക്സിൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൈറോക്സിൻ കുറഞ്ഞാൽ ഉപാപചയ നിരക്ക് കുറയും. പിന്നെ ഊർജോൽപാദനം കുറയും. ഊർജ്ജം ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ ഒരു ഉന്മേഷം ഉണ്ടാവില്ല. അപ്പം മന്ദത അനുഭവപ്പെടും. ശരീരഭാരം കൂടും. കാരണം കുറേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതെല്ലാം ശരീരം സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ ശരീരഭാരം കൂടും, രക്തസമ്മർദ്ദം കൂടും,
ശരീരകലകളുടെ വീക്കം, നീർവീക്കം വരും. ഇതൊക്കെയാണ് മിക്സഡിമയുടെ ലക്ഷണം അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം, മുതിർന്നവരിൽ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ. ഉപാപചയ നിരക്ക് കുറയും, മന്ദത ഉണ്ടാവും, പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരഭാരം കൂടും, ശരീരകലകളുടെ വീക്കം. ഇതിന് പരിഹാരമായിട്ട് തൈറോക്സിൻ ഹോർമോൺ അടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കുക, ഗുളികകൾ ഉപയോഗിച്ചിട്ടാണ് ഹൈപ്പോതൈറോയിഡിസം പരിഹരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ടേംസാണ് മിക്സഡിമയും ക്രെറ്റിനിസവും. ക്രെറ്റിനിസം കുട്ടികളിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ, മിക്സഡിമ മുതിർന്നവരിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ. അടുത്തത് ഹൈപ്പർ തൈറോയിഡിസം. ആവശ്യത്തിലധികം തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിൻ്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥ. തൈറോക്സിൻ കുറേ ജീവൽ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കൂടിയാൽ ഈ ജീവൽ പ്രവർത്തനങ്ങളെല്ലാം വേഗത്തിൽ നടക്കും. അതായത് ഉപാപചയ നിരക്ക് കൂടും, ശരീര താപനില കൂടും, കൂടുതൽ വിയർപ്പ് ഉണ്ടാവും, ഹൃദയമിടിപ്പ് കൂടും, ശരീരഭാരം കുറയും. കാരണം ഉപാപചയ നിരക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ഊർജ്ജോൽപാദനത്തിനായി വേണ്ടി ഉപയോഗിക്കും, സ്റ്റോർ ചെയ്ത് വെക്കുന്ന കുറയും, അതുകൊണ്ട് ശരീരഭാരം കുറയും. വൈകാരിക പ്രക്ഷുബ്ധത വളരെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇമോഷണലി പ്രശ്നങ്ങൾ വരും, മാനസികപരമായിട്ട് പ്രശ്നങ്ങൾ വരും, വൈകാരിക പ്രക്ഷുബ്ധത. ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ. തൈറോക്സിൻ്റെ അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ വേഗത്തിലാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ലക്ഷണങ്ങൾ: കൂടിയ ഉപാപചയ നിരക്ക്, ഉയർന്ന ഉപാപചയ നിരക്ക്, കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക, വൈകാരിക പ്രക്ഷുബ്ധത. ഇനി കുറേ കാലത്തോളം ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം അമിതമായി നിൽക്കുകയാണെങ്കിൽ ഇതേ ലക്ഷണങ്ങളോടൊപ്പം കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്നത് പോലെയും അതേപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ടും അതേപോലെ കഴുത്തിൽ ഒരു മുഴ പോലെയും വരും. ആ അവസ്ഥയ്ക്കാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. സാധാരണ ഗോയിറ്റർ അല്ല, എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഒഫ്താൽമിക് എന്നുള്ള വേർഡ് കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഇനി അടുത്ത സർവ്വസാധാരണമായിട്ട് കേൾക്കുന്ന ഒരു പദമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യം വേണ്ട ഒരു മൂലകമാണ് അയഡിൻ എന്ന് പറയുന്നത്. ഈ അയഡിൻ ഉപയോഗിച്ചിട്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുക. അപ്പം നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര അയഡിൻ കിട്ടിയിട്ടില്ലെങ്കിൽ അയഡിൻ ഇല്ലാതെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥി അതിൻ്റെ ജോലി ചെയ്യാൻ നോക്കും, അതായത് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കും. ആ ശ്രമത്തിൻ്റെ ഫലമായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരും. അപ്പോൾ കഴുത്തിൽ പുറത്തേക്ക് വീക്കം വരും. ആ അവസ്ഥയ്ക്കാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അത് അയഡിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്നതായതുകൊണ്ട് തന്നെ അയഡിൻ ടാബ്ലറ്റ്സ്, അയഡിൻ അടങ്ങിയ ടാബ്ലറ്റ്സും അതേപോലെ അയഡിൻ അടങ്ങിയ അയഡൈസ്ഡ് സോൾട്ട്, ചെറിയ കടൽ മത്സ്യങ്ങൾ എന്നിവയുടെ ഉപയോഗം വഴി നമുക്ക് നിയന്ത്രിക്കാം. അപ്പം ഇത്രയുമാണ് തൈറോയ്ഡ് ഗ്രന്ഥിയിലെ തൈറോക്സിൻ എന്ന ഹോർമോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ക്രെറ്റിനിസം, മിക്സഡിമ, ഹൈപ്പർ തൈറോയിഡിസം, ഗോയിറ്റർ. ക്രെറ്റിനിസം തൈറോക്സിൻ കുട്ടികളിൽ കുറയുന്നത്, മിക്സഡിമ തൈറോക്സിൻ മുതിർന്നവരിൽ കുറയുന്നത്, ഹൈപ്പർ തൈറോയിഡിസം തൈറോക്സിൻ്റെ ഉൽപ്പാദനം അധികമാവുന്നത്, അതിൻ്റെ തന്നെ വേറൊരു രൂപമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. പിന്നെ ഗോയിറ്റർ, അയഡിൻ്റെ അഭാവം കൊണ്ട് വരുന്നത് ഗോയിറ്റർ.